നമസ്കാരം. നടനും നിർമ്മാതാവുമായ ബാല എന്ന വ്യക്തിയും അയാളുടെ മുൻ ഭാര്യയായിരുന്ന പാട്ടുകാരി അമൃത സുരേഷും തമ്മിലുള്ള ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളുമൊക്കെ ഇപ്പോൾ സമൂഹമാധ്യമത്തിൽ ചർച്ചയാണ്. ഇതിനിടയിൽ ബാല അമൃതയെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് മറ്റൊരു വിവാഹം കൂടി കഴിച്ചിരുന്നതായുള്ള ചില കുറിപ്പുകളും റിപ്പോർട്ടുകളുമൊക്കെ പുറത്തു വരുന്നുണ്ട്. പാവം കന്നഡക്കാരി പെൺകുട്ടിയെ വിവാഹം ചെയ്ത് അവളെ നോവിച്ച് ഡിവോഴ്സ് ചെയ്തു. ബാല അമൃത വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഹിമ നിവേദ് കൃഷ്ണ എന്ന സ്ത്രീയുടെ കുറിപ്പാണ് ചർച്ചയാകുന്നത്. ബാലയുടെ ആദ്യ വിവാഹമോചനത്തെപ്പറ്റിയാണ് ഇതിൽ പറയുന്നത്. ചന്ദന സദാശിവ എന്ന കന്നഡക്കാരിയെ ബാല വിവാഹം ചെയ്തെന്നും ദ്രോഹിച്ചെന്നും ഒടുവിൽ വിവാഹമോചനം നടത്തിയെന്നുമൊക്കെ കുറിപ്പിൽ പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ സമർപ്പിച്ച പെറ്റീഷൻ്റെ പേജും അവർ പങ്കുവച്ചിട്ടുണ്ട്. ഈ പോസ്റ്റ് അമൃത ഷെയർ ചെയ്യുകയും ചെയ്തു. ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: അച്ഛനെ സ്നേഹിക്കാൻ ഒരൊറ്റ കാരണം പോലും എനിക്കില്ല. ഒരു 12-കാരിയുടെ വാക്കുകളാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കിടുന്നതും പിണങ്ങുന്നതും പിരിയുന്നതും സ്വാഭാവികമാണ്. ഇഷ്ടമില്ലാത്ത ഒരാൾക്കൊപ്പം കഷ്ടപ്പെട്ട് ജീവിക്കാതെ മാന്യമായി പിരിയുന്നതാണ് ശരിയും. ആ ബന്ധത്തിൽ മക്കൾ ഉണ്ടെങ്കിൽ അവരെ മാന്യമായി പോറ്റുക. ചേരലും പിരിയലുമൊക്കെ മക്കളുടെ ഭാവിയെയോ സ്വകാര്യതയോ വ്യക്തിത്വത്തെയോ ബാധിക്കാതെ സംരക്ഷിക്കേണ്ടത് ഇരുവരുടെയും ഉത്തരവാദിത്വമാണ്. വേർപിരിയലിന് ശേഷമുള്ള ജീവിതത്തിൽ ഇരുവരും പരസ്പരം തലയിടരുത്. ഇത് മാന്യമായ രീതി. ഇന്നലെ അമൃത ബാല ദമ്പതികളുടെ കുഞ്ഞിൻ്റെ വീഡിയോ കണ്ടു. അതിന് ചുവട്ടിൽ ആയിരങ്ങളുടെ കമൻറ്റും. അമ്മ പറഞ്ഞു പഠിപ്പിച്ചതല്ലേ? ആ വാക്കുകൾക്ക് താഴെ അവൾ നേരിട്ടിരിക്കുന്ന അപമാനങ്ങൾ. അറിയുന്നവർ ഇടുന്ന കമൻറ്റിന് പോലും ആരാധക കീടങ്ങളുടെ ആക്രമണങ്ങൾ. ഒരാളുടെ വ്യക്തിജീവിതത്തെപ്പറ്റി അറിയില്ലെങ്കിൽ ഒരു പക്ഷം ചേർന്ന് സംസാരിക്കുക എന്നത് എത്ര മോശമാണ്. അറിയുന്നവർ പറയട്ടെ. പുറമേ ഒട്ടിച്ചുവെച്ച ചിരിയോ ആഘോഷവുമല്ല അകത്തെ ജീവിതം. ബാല, നിങ്ങൾ വികാരാധീനായി സംസാരിച്ചതിന് ചുറ്റും സാന്ത്വനങ്ങളുടെ കുത്തൊഴുക്കുണ്ടായിരുന്നല്ലോ. നിങ്ങൾ ഒരു വട്ടമെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ഈ വിഴുപ്പലക്കലിൽ ഹൃദയം വേദനിക്കുന്ന നിങ്ങളുടെ മകളെപ്പറ്റി? അവൾ സ്കൂളിലും സുഹൃത്തുക്കളുടെ ഇടയിലും അനുഭവിക്കുന്ന ഒറ്റപ്പെടലിനെപ്പറ്റി? കൗമാരത്തിലേക്ക് കാലൊന്നുന്ന ആ കുഞ്ഞു മനസ്സിനെ നിങ്ങൾ എത്ര വലിയ ട്രോമയിലേക്കാണ് തള്ളിവിടുന്നത് എന്ന്? ഓരോ ദിവസവും അവൾ സ്കൂൾ വിട്ട് വരുമ്പോൾ മാനസികമായി അവൾ എത്ര തകർന്നാണ് എത്തുന്നത് എന്ന് നിങ്ങളൊരു മനുഷ്യനാണോ? എല്ലാ മാസത്തിലെയും 2-ാം ശനി അമൃതയ്ക്ക് മെയിൽ അയച്ച ശേഷം കോടതിയിൽ എത്തി മകളെ കാണാമെന്ന കോടതി വിധി ഇരിക്കെ ആദ്യ 2 തവണയും നിങ്ങളെ കാത്ത് കോടതിയിൽ മകളെയും കൂട്ടി അമ്മയെത്തി. അന്നും നിങ്ങളെത്തിയില്ല. അതിന് കോടതിയിൽ രേഖകളില്ലേ? പിന്നീട് ഇന്നേ വരെ ഒരൊറ്റ തവണയെങ്കിലും നിങ്ങൾ മകളെ പോയി കണ്ടിട്ടുണ്ടോ? സോഷ്യൽ മീഡിയയിൽ വീഡിയോ വഴിയല്ലാതെ ഒരിക്കലെങ്കിലും ആ കുട്ടിയെ കാണണം എന്ന് അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. എന്നതാണ് സത്യമിരിക്കെ എന്തിനാണ് ബാല ഈ നാടകങ്ങൾ? നിങ്ങൾ എത്രമാത്രം അമൃതയെ ദേഹോപദ്രവം ചെയ്തിട്ടുണ്ടെന്നും ടോർച്ചർ ചെയ്തിട്ടുണ്ടെന്നും ആ കുട്ടി പറഞ്ഞത് അക്ഷരം പ്രതി ശരിയല്ലേ? സോഷ്യൽ മീഡിയയിലെ അന്ധരായ ഫോളോവേഴ്സിനെ പറ്റിക്കാം, പക്ഷേ നിങ്ങളുടെ സ്വന്തം മനസാക്ഷിയെ പറ്റിക്കാനാവുമോ? നിങ്ങളുടെ ചോരയല്ലേ ആ കുഞ്ഞ്? അതിൻ്റെ ബാല്യവും കൗമാരവും ഇങ്ങനെ മാനസിക വ്യഥയിലാക്കി നശിപ്പിക്കുന്ന നിങ്ങളൊരച്ഛനാണോ? വൈകുന്നേരം സ്കൂളിൽ നിന്നെത്തി ആരോടും മിണ്ടാതെ മുറിയിൽ അടച്ചിരുന്ന് കരയുന്ന നിങ്ങളുടെ മകളെ നിങ്ങൾക്കറിയാമോ? ആ കുഞ്ഞിൻ്റെ മാനസികാരോഗ്യത്തെ നശിപ്പിക്കാൻ നിങ്ങൾക്ക് എന്ത് അധികാരമാണുള്ളത്? നിങ്ങൾക്ക് മകളെ കാണണം എന്നത് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്താൽ സുക്കംബർഗ് കൊണ്ടുവന്ന് കാണിക്കുമോ? അമൃതയും ബാലയും ശരിയോ തെറ്റോ ആവട്ടെ, അത് അവരുടെ ജീവിതമാണ്. ആരെ വേണമെങ്കിലും സ്നേഹിക്കട്ടെ, ജീവിക്കട്ടെ. അതിൽ എത്തിനോക്കുന്നവരോടാണ് ചന്ദന സദാശിവ എന്നൊരു പാവം കന്നഡക്കാരി പെൺകുട്ടിയെ വിവാഹം ചെയ്ത് അവളെ നോവിച്ച് ഡിവോഴ്സ് ചെയ്ത് അത് ലോകത്തെയും അമൃതയെയും അറിയിക്കാതെ അമൃത എന്ന 19-കാരിയെ വിവാഹം ചെയ്ത ബാലകുമാർ ചെയ്തത് ശരിയായിരുന്നു. ഈ പറഞ്ഞത് തെറ്റാണെങ്കിൽ ബാല തിരുത്തട്ടെ, നിയമ നടപടികൾ സ്വീകരിക്കട്ടെ. അമൃതയെ പിരിഞ്ഞ ശേഷം 3-ാം വിവാഹം കഴിച്ച എലിസബത്ത് എവിടെ? രക്ഷപ്പെട്ടോടിയില്ലേ? അമൃതയുടെ വ്യക്തിജീവിതത്തിലേക്ക് കോലിടുന്നവർ ഇതിനുത്തരം പറയൂ. വിവാഹം കഴിച്ച് പിരിഞ്ഞാൽ പിന്നെ അവരെന്ത് ചെയ്യുന്നു എന്ന് പരസ്പരം എന്തിന് എത്തിനോക്കുന്നു? അവരെങ്ങനെയും ജീവിക്കട്ടെ. ബാലയുടെ 2-ാം വിവാഹമായിരുന്നു എന്ന് ഇന്നോളം അമൃത പാടി നടന്നിട്ടുണ്ടോ? വിഷയം നിങ്ങൾ രണ്ടുമല്ല, ആ കുഞ്ഞിൻ്റെ മനസ്സ് തകർക്കുന്നത് സാമൂഹ്യ പ്രശ്നമാണ്. അതിലേക്ക് നിയമം ഇടപെടണം. 2 വയസ്സുള്ള കുഞ്ഞ് വരെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന കാലമാണ്. അമ്മ ചീത്തയാണെന്ന് അച്ഛൻ ലോകം മുഴുവൻ വിളിച്ചു പറയുമ്പോൾ, അത് കൂട്ടുകാരും അധ്യാപകരും കണ്ട് കളിയാക്കുമ്പോൾ, ഒറ്റപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ മകൾ അനുഭവിക്കുന്ന മാനസിക തകർച്ചയ്ക്ക് നിങ്ങളെന്ത് ഉത്തരം പറയും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പോസ്റ്റ്.